ഞങ്ങളെ നിങ്ങൾക്ക് തകർക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ പ്രസ്ഥാനം ദൈവികമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം ആദർശാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവാഹുതി ചെയ്ത നൂറുകണക്കിന് വരുന്ന ദേശാഭിമാനികളുടെ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമെന്ന് വിപിനെ പോലെയുള്ള മൂന്നാംകിട ഗുണ്ടകളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊന്നും പോലീസിന്റെ പീഡനങ്ങളും പോലീസിന്റെ ആക്രമണങ്ങളും ജയിലഴികളും അതോടൊപ്പം തന്നെ കാരാഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പുത്തരിയല്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു പ്രവർത്തകൻ കഴിഞ്ഞ 10-60-70 വർഷക്കാലമായിട്ട് ഒരു പ്രവർത്തകൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യ ഭരിക്കുമെന്ന് കരുതിയിട്ടല്ല 40 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകർ ഈ കാവിക്കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഭാരത് മാതാക്കി ജയ് വിളിച്ച് രംഗത്തേക്കിറക്കിയത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമെന്ന് കണ്ടുകൊണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരെ തടയാൻ പറ്റുന്ന രീതിയിൽ കൗൺസിലറും മേയറും ഡെപ്യൂട്ടി മേയറും MLA-മാരും ജയിക്കുന്ന ഒരു തിരുവനന്തപുരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഇന്നലകളിൽ ഞങ്ങൾ ഈ കാവിക്കൊടിയുമായിട്ട് രംഗത്ത് വന്നത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു അധികാരവും ഇല്ലാതിരുന്ന സമയത്ത് ഉജ്ജ്വലമായ അദ്വൈതമായ ആദർശത്തെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് ആ ആദർശത്തിന് വേണ്ടി ജീവാഹുതി ചെയ്ത എത്രയോ അറിയുന്നതും അറിയപ്പെടാത്തവരുമായിട്ടുള്ള പ്രവർത്തകരുടെ മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് മിസ്റ്റർ വിപിൻ RSS എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തെ തൊട്ടുകളിക്കരുത്. ആ പ്രസ്ഥാനത്തെ തൊട്ടുകളിക്കാൻ വിപിനായിട്ടില്ല. കൊല്ലത്തുകാരനായിട്ടുള്ള വിപിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്ന് ഈ വട്ടിയൂർക്കാവിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കുന്ന ഇതേ സമയത്ത് മിസ്റ്റർ വിപിൻ തന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇരിക്കുന്ന തന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് നൂറുകണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ വിടാൻ പോകുന്നില്ല. തന്റെ വള്ളൈക്കടവിലുള്ള വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചുണക്കുട്ടികളായിട്ടുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർ മാർച്ച് ചെയ്തത് തനിക്ക് ഓർമ്മകൾ ഉണ്ടാകണം. നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ കുപ്പായമുണ്ടല്ലോ, കാക്കിക്കുപ്പായം, ആ കാക്കിക്കുപ്പായം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ തൊപ്പി, പോലീസുകാരന്റെ തൊപ്പി, ഇതൊക്കെ ഒരു താൽക്കാലിക സംഭവമാണ്. ഈ തൊപ്പിയും ശരീരത്തിൽ കിടക്കുന്ന യൂണിഫോമും എന്നൊക്കെ പറയുന്നത് ഒരു പോലീസുകാരന് ജീവിതത്തിൽ 4000-ഓ 5000-ഓ ദിവസം മാത്രം ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് 10-ഓ 20-ഓ 25-ഓ വർഷം ഈ പോലീസ് പണി ചെയ്യുന്ന സമയത്ത് മാത്രം ഇടാൻ പറ്റുന്ന സാധനമാണ് ഈ കാക്കിയും അതിന്റെ പോലീസിന്റെ തൊപ്പിയും ഒക്കെ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്നെയും ഈ നാട്ടിലെ സുഗതനെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരെയും പോലെ ജീവിക്കേണ്ട സ്ഥലമാണ് ഈ നാട്. അതുകൊണ്ട് ഈ പോലീസ് കുപ്പായം ഇടുന്ന സമയത്ത് താൻ എന്തോ ചക്രവർത്തിയാണ് എന്നുള്ള അഹങ്കാരം അങ്ങ് തലയ്ക്ക് പിടിച്ചാൽ ഈ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഊളംപാറയിലേക്ക് കൊണ്ട് അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള വട്ടന്മാരായിട്ടുള്ള CI-മാർ അധപ്പതിക്കുന്ന ചരിത്രമാണ് ഈ പോലീസുകാർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. തന്റെ പഴയകാല ഇതുപോലെ ഗുണ്ടായുസവും പ്രമാദിത്വവും ഒക്കെ കാണിച്ചു നടന്ന പഴയ CI-മാരെയും പഴയ DYSP-മാരെയും ഒന്ന് പഠിക്കുന്നത് നല്ലതാ. ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊരു കൗൺസിലർ ഇല്ലാതിരുന്ന സമയത്ത്, ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് MLA ഇല്ലാതിരുന്ന സമയത്ത്, ഞങ്ങളുടെ പാവപ്പെട്ട കൂലിപ്പണി ചെയ്ത് അന്നോടൊന്നുള്ള അന്നത്തിനു വേണ്ടിയുള്ള പണിയെടുത്തതിനു ശേഷം അവശേഷിക്കുന്ന സമയം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച നൂറുകണക്കിന് പ്രവർത്തകർക്ക് നേരെ ഇതുപോലുള്ള കയ്യാമം വയ്ക്കുകയും കാരാഗ്രഹങ്ങളിലും അടയ്ക്കുകയും ചെയ്ത നികൃഷ്ടന്മാരായിട്ടുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇന്ന് അവരുടെ ജീവിതം എങ്ങനെയെന്ന് ഇന്നത്തെ ഈ അഹങ്കാരം കാണിക്കുന്ന പോലീസുകാരന്മാർ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ന് ആ പാവങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടുവരുന്ന സന്ദർഭങ്ങളാണ് ഈ കേരളത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നീതിപൂർവം പോലീസ് പെരുമാറിയാൽ പോലീസിനെ ബഹുമാനിക്കും. കാരണം ഈ നാട്ടിലെ നിയമ സംവിധാനത്തെയും ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെയും ഈ നാട്ടിലെ പോലീസിനെയും ബഹുമാനിക്കുന്ന സംസ്കാരമാണ് ഞങ്ങളുടേത്.
ആ ബഹുമാനിക്കുന്ന സംസ്കാരം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഈ നാട് ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ്. ഈ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനു മുമ്പ് 7 വർഷക്കാലം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഈ നാട് ഭരിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് ഈ രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എംപിമാരുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സർവ്വ അധികാരവും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിത കാവി പതാകയ്ക്ക് കീഴിൽ ഈ രാജ്യത്തിലെ 140 കോടി ജനത വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഞങ്ങൾക്ക് ഈ നാടിനോട് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ട്, ഞങ്ങൾക്ക് ഈ നാടിനോട് അങ്ങേയറ്റത്തെ ഒടുങ്ങാത്ത നാടിനോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ സമർപ്പണവുമാണ് ഞങ്ങളെ ഈ രാജ്യത്തിന്റെ പരമാധികാരം ഏൽപ്പിക്കാൻ ഈ നാട്ടിലെ ജനതയെ പ്രേരിപ്പിച്ചത്. ആ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കേവലം ഇവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരുത്തന്റെ പേരിൽ ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഞങ്ങളുടെ സുഗതന്റെ വീട്ടിൽ മഴ കോരിച്ചൊരിയുന്ന മഴയത്ത് രാത്രി ചെന്ന് 4 പേര് ഭാര്യയും അതോടൊപ്പം തന്നെ ബന്ധുവും 2 കുഞ്ഞുങ്ങളും മാത്രമുള്ള വീട്ടിൽ ചെന്ന് മുകളിലേക്ക് വെടിവെച്ച് അതിഭീകരമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ച് ഈ വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടുന്ന സമയത്ത്, ഞങ്ങളുടെ സുഗതന്റെ ഭാര്യയെ പിടിച്ചു തള്ളി ആക്രമിക്കുന്ന സമയത്ത്, സുഗതന്റെ ഭാര്യയുടെ സഹോദരിക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ വിപിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ വിപിൻ അടങ്ങുന്ന ഗുണ്ടാ സംഘത്തെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് വിപിനെ പോലീസുകാരാ നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾക്ക് ഈ നാടിനോടുള്ള പ്രതിബദ്ധത കാരണമാണ്.